ഇതാണ് ഐറ്റം. ഈ കണ്ണ് ഇതാണ് സാരം. ഇതാരാ ഇത്? ഈ കണ്ണ് ഒരു പോഡ്കാസ്റ്റ് ഇത് കേട്ടു നോക്കണേ, അത് വായിക്കാദ്യം. ഈ കണ്ണ് മുഖത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മുഖത്തല്ല വേറെ എവിടെയെങ്കിലും ആയിരുന്നു കുറച്ചും കൂടെ എളുപ്പമായിരുന്നല്ലേ. ഇപ്പൊ കയ്യിലായിരുന്നു, നമുക്ക് പുറകെ ആരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങനെ അങ്ങ് നോക്കിയാൽ ചെയ്യാം. മതിലിന്റെ അപ്പുറമൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കായിരുന്നു. ഇതിപ്പോ കണ്ണ് മുഖത്തായോണ്ട് നമുക്ക് ഇങ്ങനെ എത്തി വരിഞ്ഞൊക്കെ നോക്കേണ്ടി വരും. ഒരു മോശം ഡിസൈനിങ് ചെയ്തു നമ്മളെ കണ്ണ്. അത് വല്ലാത്തൊരു ഡിസൈൻ. നമുക്ക് എളുപ്പമായിരുന്നു. ഇപ്പൊ രണ്ട് കയ്യിലും രണ്ട് കണ്ണും എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കല്ലേ. ഇങ്ങനെ വെച്ചോണ്ട് കിടക്കണ്ട, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ പോയി. ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇത് കാണുന്നത്? തലച്ചോറ്. തലച്ചോറ് തലയിൽ തന്നെ വേണം. തലച്ചോറ് തലയിലാണ് തലച്ചോറെന്ന് പറയുന്നത്. കയ്യിലായിരുന്നു കൈച്ചോറെന്നല്ലോ. കണ്ണ് കൈ വരുന്ന വേറെ പ്രശ്നമാണ്. മറിഞ്ഞു വിടാന്നേരത്ത് പറയത്തില്ലേ, കൈ കുത്തി വീണം, കണ്ണ് കുത്തി ഇങ്ങനെ. പിന്നെ ഫുഡ് കഴിക്കാൻ ചെറുപ്പാണ് കണ്ണിന് കയ്യിലായതുകൊണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ ചെകിടത്തൊക്കെ അടിക്കുന്ന നമ്മുടെ കണ്ണു പോകും. നമ്മുടെ മുഖത്ത് അടിക്കുന്നതായിരുന്നു. അങ്ങനെ കണ്ണുപിടി ഇരിക്കുന്നതാണ് നല്ലത്. എന്നാലും കണ്ണ് കയ്യിലായിരുന്നു കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇങ്ങനെ കാണായിരുന്നു. കൊച്ചിന്റെ ഒരു കണ്ണ് പോലെ കുറച്ചിങ്ങനെ ഒരു വയറ് മാറി മാറി കണ്ണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് മതി തോന്നില്ല. അല്ലെങ്കിൽ നമ്മളിതിട്ട് എന്തെല്ലാം കുസൃതികൾ കിടന്ന് കാണിച്ചാനെ. നമ്മുടെ കണ്ണ് നമുക്ക് പോലും കാണാൻ പറ്റുന്ന അവസ്ഥ. നമുക്ക് പോലും കാണാത്ത നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്. അത് ശരി. ഫിലോസഫിക്കൽ തോട്ട്. വാവ്, എന്താണ് പറഞ്ഞേ? 2 പെഗ് കൊടുത്ത് ഇതിന്റെ മുകളിൽ പറയുന്നത് ബാംഗ്ലൂരൊക്കെ പഠിച്ചവന്മാരെ ഇവിടെ 2 പെഗ് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാര് ഇതിലും മുകളിൽ വലിയ വലിയ കാര്യങ്ങൾ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അയ്യോ, എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളേ? കൊറേ ഉണ്ട്